നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതഗതിയിൽ പലവിധ പ്രതിസന്ധികളും ഉണ്ടാകും. പലവിധ മാറ്റങ്ങളും അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളെ വിജയകരമായി നേരിടാനും അതിജീവിക്കാനുമുള്ള അസാധാരണമായ കഴിവ് ഈ നാളുകാർക്ക് ഉണ്ടാകും. ആകുല ചിന്തകൾ കൂടിയിരിക്കും. ഗൗരവഭാവം എപ്പോഴും മുഖത്ത് നിഴലിക്കും. ഒരു കാര്യവും നിസ്സാരമായി കണക്കാക്കുകയില്ല. നിർബന്ധ ബുദ്ധി കൂടും. ശത്രുക്കളോട് ക്ഷമിക്കുകയില്ല. അധ്വാനഫലം അനുഭവിക്കാനുള്ള ഭാഗ്യം പലപ്പോഴും കിട്ടിയെന്ന് വരില്ല. യാദൃശ്ചിക കാരണങ്ങൾ മൂലം നിരാശപ്പെടാതെ തുടർന്നും പ്രവർത്തിക്കുന്ന സ്വഭാവമുണ്ടാകും. അനിഴം നക്ഷത്രക്കാർ സൂര്യൻ, ചൊവ്വ, കേതു എന്നീ ദശകളിൽ അനിഴം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൂര്യൻ, ചൊവ്വ, കേതു എന്നീ ദശാസന്ധി കാലയളവിൽ അനിഴം നക്ഷത്രക്കാർ ദോഷപരിഹാര ക്രിയകൾ അനുഷ്ഠിക്കേണ്ടതാണ്. ശിവൻ, ശാസ്താവ് എന്നീ ക്ഷേത്രങ്ങളിൽ അനിഴം നക്ഷത്രക്കാർ ദിവസവും ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ശനിയും അനിഴം നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം ശനീശ്വര പൂജ നടത്തുന്നത് ഐശ്വര്യകരമാണ്. രാശ്യാധിപൻ ചൊവ്വ ആയതിനാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതുണ്ട്. ചൊവ്വ ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെയും യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളി ദേവിയെയും ഭജിക്കണം. മൂലം, അവിട്ടം, ഉത്രാടം, മകയിരം, തിരുവാതിര, പുണർദം എന്നീ നാളുകൾ അനിഴം നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ്. മേൽപ്പറഞ്ഞ 6 നാളുകളിൽ അനിഴം നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം. അനിഴം നക്ഷത്രത്തിന് ജനനം മുതൽ 19 വയസ്സുവരെ ശനിദശയാണ്. ജാതകന്റെ ജന്മനാ ഉള്ള 19 വർഷക്കാലത്തെ ശനിദശാ കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ജാതകരുടെ ജനന സമയം വളരെയധികം പ്രതിസന്ധികൾ സൃഷ്ടിക്കാം. ജാതകന്റെ ജനനശേഷം 1 വർഷത്തിനുള്ളിൽ ജാതകന് രോഗസംബന്ധമായ ശസ്ത്രക്രിയയോ അതുപോലെ എന്തെങ്കിലും രോഗാവസ്ഥയോ ബുദ്ധിമുട്ടിക്കാം. അതുവഴി പിതാവിന് ധനനഷ്ടം ഉണ്ടാക്കാം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനിയുടെ ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാകാം. ജനിച്ച ശേഷം സ്വദേശം വിട്ട് മാറി താമസിക്കേണ്ടി വരും. എന്നാൽ ശനി മിക്കവാറും ദോഷഫലത്തെയാണ് നൽകുന്നതെങ്കിലും ഇഷ്ടഭാവസ്ഥിതനും ബലവാനുമായ ശനിദശാകാലത്ത് ധനലാഭം, കീർത്തി, ഗൃഹലാഭം, സ്ഥാനപ്രാപ്തി മുതലായവ ഗുണാനുഭവങ്ങൾ ധാരാളം ലഭിക്കും. ശനി ദശാസന്ധിയിൽ ജനിക്കുന്ന ജാതകന് ശനിയുടെ ആദ്യ കാലഘട്ടമായ 5 വർഷം ശനിയുടെ രൂക്ഷഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 20 വയസ്സു മുതൽ 37 വയസ്സുവരെ ബുധദശ. ഈ ദശാസന്ധി കാലയളവ് ഗുണപ്രദമാണ്. ഉയർന്ന വിദ്യാഗുണം, ജോലി, അംഗീകാരം, അഭിനന്ദനം, ഉദ്യോഗലബ്ധി, കീർത്തി, സാഹിത്യ പ്രവർത്തനം, ഭാഗ്യാഭിവൃദ്ധി, ഗൃഹനിർമ്മാണം, ഭൂമിലാഭം, വിവാഹം തുടങ്ങിയവ ഈ കാലയളവിൽ സിദ്ധിക്കും. ബുധൻ ബലവാനായാൽ ബലവും ഉത്കൃഷ്ടമായിരിക്കും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 38 വയസ്സു മുതൽ 44 വയസ്സുവരെ കേതുദശ. കേതുദശ ജാതകന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പലവിധത്തിലുള്ള പ്രതിസന്ധികൾ ജാതകനെ അലട്ടാം. എന്നാൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ സുഖം, ഐശ്വര്യം, ധനലാഭം, വിജയം ആദിയായ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 45 വയസ്സു മുതൽ 65 വയസ്സുവരെ ശുക്രദശാസന്ധിയാണ്. ഈ കാലയളവ് ഗുണപ്രദമാണ്. പലവിധത്തിലുള്ള നേട്ടങ്ങളും അംഗീകാരങ്ങളും ധനലാഭവും ഉണ്ടാകും. ഭൂമിലാഭം, ഗൃഹനിർമ്മാണം, സന്താനങ്ങളുടെ വിവാഹം തുടങ്ങിയവ ഈ കാലയളവിൽ സിദ്ധിക്കും. ബഹുജന സമ്മതി, കീർത്തി തുടങ്ങിയവ ഈ കാലയളവിൽ സിദ്ധിക്കും.
ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാപകാര കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ തേടിയെത്തും. എന്നാൽ നീചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാസന്ധിയിൽ ധനനഷ്ടമാണ് ഫലം. 66 വയസ്സു മുതൽ 72 വയസ്സുവരെ ആദിത്യദശ. ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യന്റെ ദശാകാലത്ത് പലതരത്തിലുള്ള അംഗീകാരം, നേതൃത്വസ്ഥാനം, പൊതുജന അംഗീകാരം തുടങ്ങിയവ സിദ്ധിക്കും. എന്നാൽ ബലഹീനനായ ആദിത്യൻ പലവിധ പ്രതിസന്ധികളും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. 73 വയസ്സു മുതൽ 83 വയസ്സുവരെ ചന്ദ്രദശ. ഈ ദശാസന്ധി കാലയളവ് ജാതകന് പൊതുവെ ഗുണപ്രദമാണ്. പൂർണ്ണചന്ദ്രന്റെ ദശാകാലം കൂടുതൽ ഗുണകരമാണ്. കീർത്തിയും അംഗീകാരവും സിദ്ധിക്കും. ബലഹീനനായ ചന്ദ്രന്റെ ദശയിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. 84 വയസ്സു മുതൽ 90 വയസ്സുവരെ കുജദശ. ജാതകർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ ദശാസന്ധി കാലയളവ്. ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലം ജാതകർക്ക് ഗുണപ്രദമായിരിക്കും. എന്നാൽ നീചത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലം ജാതകന് പലതരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും. 96 വയസ്സു മുതൽ 114 വയസ്സുവരെ രാഹുദശ. ജാതകന്റെ ഈ ദശാകാലം പൊതുവെ ദോഷപ്രദമാണ്. ആദ്യ കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും പിന്നീട് ദോഷപ്രദമായിരിക്കും. ഈശ്വരനാമം സദാ ജപിക്കുക. അനിഴം നക്ഷത്രത്തിന്റെ ഗണം ദൈവഗണം. മൃഗം മാൻ, പക്ഷി കാക്ക, വൃക്ഷം ഇലഞ്ഞി, രത്നം ഇന്ദ്രനീലം. ഭാഗ്യസംഖ്യ 8. ഭാഗ്യനിറം സ്വർണ്ണനിറം. അനിഴം നക്ഷത്രത്തിന്റെ ദേവത മിത്രനാണ്. നിത്യവും മിത്രദേവനെ ഭജിക്കുന്നത് അത്യുത്തമമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനിഴം നക്ഷത്രത്തിന്റെ ദശാസന്ധി കാലഘട്ടത്തിലെ പൊതുഫലങ്ങളാണ്. ജാതകരുടെ ഗ്രഹനില, ഗ്രഹങ്ങളുടെ സ്ഥാനം, ബന്ധു ശത്രു ക്ഷേത്രസ്ഥിതി, ദൃഷ്ടി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായി ഓരോരുത്തർക്കും ഗുണഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും.